ചേർത്ത് പിടിക്കേണ്ട കരുതലേകേണ്ട കൈകൾ ഉയരെടുത്ത വാർത്തയിലേക്കാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകളെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ പ്രതി ഉമ്മർ ഫാറൂഖ് 3 പേരെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് മൊഴി. മകൾ ജുമൈല, ബന്ധു ഷെയ്ഖ് അബിനെയും കൂടാതെ ഭാര്യ റാഷിദയും കൊല്ലാൻ ഉറച്ചു തന്നെയാണ് പിച്ചാത്തി അരയിൽ നിറച്ച അയാളെത്തിയത്. കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു. അരുൺ പാറക്കൽ കാസർഗോഡ് ചെയ്യുന്നു. അരുൺ, പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ കൊന്നു തീർത്തതല്ല, കൃത്യമായ ലക്ഷ്യത്തോടെ 3 പേരും ഇല്ലാതാക്കുന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ കത്തിയുമായി എത്തിയതാണ് പ്രതി. എന്താണ് പുതിയ അപ്ഡേറ്റുകൾ? സുഹൈലെ, പോലീസ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. അതിലാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. എന്തായാലും ആസൂത്രണം നടന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതി പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്ന് ആയുധം പ്രയോഗിച്ച് കൊലപാതകം നടത്തിയതല്ല എന്നാണ് പോലീസ് പറയുന്നത്. 3 പേരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഉമ്മർ ഫാറൂഖ് ലക്ഷ്യമിട്ടു. അത് ഭാര്യ റഷീദ, ഭാര്യയുടെ സഹോദരി ഭർത്താവ് ഷെയ്ഖ് അബ്ബ, അതുപോലെ തന്നെ മകൾ ജുമൈല എന്നിവരെ കൊലപ്പെടുത്താനായിരുന്നു പ്രതിയുടെ ഉദ്ദേശം എന്നാണ്. ഇന്നലെ വൈകിട്ട് 5:30 ഈ വീട്ടിലെത്തിയ പ്രതി പെട്ടെന്ന് പ്രകോപിതനാവുകയായിരുന്നു. കയ്യിൽ കവറിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത്. ആദ്യം കുത്തേറ്റത് ഷെയ്ഖ് അബ്ബാക്കായിരുന്നു. പിന്നീട് അത് തടുക്കാനെത്തിയ ജുമൈനയ്ക്കും കുത്തേൽക്കുകയായിരുന്നു. ജുമൈനയുടെ കഴുത്തിലാണ് കുത്തേറ്റത്. നാട്ടുകാരും അതുപോലെ തന്നെ ഈ ബന്ധുക്കളും ചേർന്നാണ് ഈ പ്രതിയെ പിടികൂടി പിന്നീട് പോലീസിൽ ഏൽപ്പിക്കുന്നത്. പ്രതി ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. കർണാടകത്തിലെ ബജ്പെ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പാസ്പോർട്ട് കേസിൽ ഉൾപ്പെടെ പ്രതിയാണെന്ന് പോലീസ് പറയുന്നുണ്ടെന്ന്. ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. ഇയാളെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇരുവരുടെയും സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുഹൈൽ, അച്ഛനുണ്ട് എന്നുള്ളത് പല പെൺകുട്ടികൾക്കും വല്ലാത്ത ധൈര്യം നൽകുന്ന കാര്യമാണ്. അങ്ങനെ ഒരു അച്ഛനാണ് സ്വന്തം മകളെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.